just can't accept it. This can't be the end yet. You promised to never leave, and now you're gone. Can't believe I can feel the world slip. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു സുഡിയോ വ്ളോഗും ആയിട്ടാണ്. ദുബായിൽ സുഡിയോ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അവിടെ ഒന്ന് പോയി നോക്കണമല്ലോ. അപ്പോൾ ഞാനിത് അൽഖുറൈർ മോളിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. യൂണിയൻ മെട്രോ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയാണ് ഈ അൽഖുറൈർ മോളുള്ളത്. അപ്പോൾ അവിടുത്തെ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണ് ഈ സുഡിയോ വന്നിട്ടുള്ളത്. ഞാൻ നാട്ടിൽ പോയ സമയത്ത് അവിടുത്തെ സുഡിയോ വ്ളോഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുത്തെ സുഡിയോ എങ്ങനെയുണ്ടെന്ന് പോയി നോക്കാം. ഞാൻ ആദ്യം തന്നെ ചെരുപ്പിൻ്റെ സെക്ഷനിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ റേറ്റൊക്കെ നോക്കിയാൽ ഏകദേശം നമുക്ക് മനസ്സിലാവും എങ്ങനെയുണ്ട്, ഇത് അഫോർഡബിൾ ആണോ എന്നുള്ളതൊക്കെ. അപ്പോൾ ഞാൻ ചെരുപ്പിൻ്റെ ഭാഗത്ത് നോക്കിയപ്പോൾ 25, 19, അതുപോലെ 29 അങ്ങനെയൊക്കെ റേഞ്ചിലാണ് വരുന്നത്. 37 ഒക്കെ ഉണ്ട്. ഇവിടെ നോർമലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ചെരുപ്പുകൾ, അതുപോലെ വിൻ്ററിലേക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഷൂ, നോർമൽ ഷൂസ് ഒക്കെ ഉണ്ട്. അതെല്ലാം അഫോർഡബിൾ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ചില ഷൂ 45, 49 ഒക്കെയാണ് കേട്ടോ റേറ്റ് വരുന്നത്. നമ്മൾ ചീപ്പായിട്ടാണ് വാങ്ങിക്കുന്നതെങ്കിൽ ഒരു 19 അത്യാവശ്യം നല്ല ചെരുപ്പുകളൊക്കെ ഉണ്ട്. ിന്റെ ഭാഗം നോക്കാനായിരുന്നു എനിക്ക് കുറച്ചും കൂടി ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നത്. ഈ ഒരു ക്രോപ്പ് ടോപ്സിനൊക്കെ റേറ്റ് വരുന്നത് 35 ആണ്. പക്ഷെ മിഡി ഡ്രസ്സസിനെല്ലാം ഒരു 45 റേഞ്ച് വരുന്നുണ്ട്. 49 ആണ് കൂടുതലായിട്ടും എല്ലാ മിഡി ഡ്രസ്സിനും ഞാൻ കണ്ടിട്ടുള്ളത്. അതിൽ കുറച്ചൊക്കെ ഒരു കുറവുള്ളത് 45 ആ ഒരു റേഞ്ചാണ് കേട്ടോ. ഡ്രസ്സുകളൊക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എന്നാലും ഓഫ് കളർ ഡ്രസ്സുകളായിരുന്നു കൂടുതലും. എൻ്റെ ഒരു ടേസ്റ്റിനുള്ളത് കുറവായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ക്രോപ്പ് ടോപ്സ് ഒക്കെ ഒരു 25 ഒക്കെ റേറ്റിലേ വരുന്നുള്ളൂ കേട്ടോ. അതൊക്കെ നല്ല അത്യാവശ്യം കളക്ഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ എന്നാലും നാട്ടിലത്തെ അപേക്ഷിച്ച് ഇവിടെ കുറച്ച് കുറവായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്നാലും പുതിയൊരു സ്റ്റുഡിയോ ആണല്ലോ, അപ്പോൾ ഇനിയും കൂടുതൽ ചിലപ്പോൾ വരുമായിരിക്കും കളക്ഷൻസ് ഒക്കെ. ഇപ്പം എനിക്ക് പൊതുവേ കുറവായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഇതൊക്കെ ഞാൻ നാട്ടിൽ കണ്ടിട്ടുണ്ട് കേട്ടോ. എവിടെയെങ്കിലും ട്രിപ്പൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് സ്റ്റൈലായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇത് 19 ദിർഹത്തിനുള്ള ടീഷർട്ട്സ് ആണ് ലേഡീസിന്റെ. ഇതും കുഴപ്പമില്ല, പക്ഷെ ഭയങ്കര പ്രിന്റ് ആണ്. പ്ലെയിൻ ആയിട്ടുള്ളതൊന്നും ഞാൻ അവിടെ കണ്ടില്ല. ഇതൊക്കെ നമുക്ക് ഡെയിലി യൂസിന് പറ്റിയിട്ടുള്ളതാണ് കേട്ടോ. 29 ദിർഹമാണ് ഇതിന്റെ റേറ്റ് വരുന്നത്. ഇത് ഡിഫറെന്റ് കളറിലുണ്ട്. ക്രോപ്പ് ടോപ്പ് ആയിട്ടാണ് വരുന്നത്. വിന്റർ കളക്ഷൻസ് അത്യാവശ്യം ഉണ്ടായിരുന്നു. ഇവിടെ ക്ലൈമറ്റ് ഒക്കെ ചേഞ്ച് ആയിട്ടുണ്ടല്ലോ, അതുകൊണ്ടായിരിക്കും. നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് കേട്ടോ. നല്ല ടോപ്സ് ആണ്. 49 തന്നെയാണ് ഇതിന്റെ റേറ്റ് ഒക്കെ വരുന്നത്. നല്ല കളർഫുൾ ആയിട്ടുള്ളത്, നല്ല ക്യൂട്ട് ആയിട്ടുള്ളതൊക്കെ വിന്റർ വെയേഴ്സ് ഒരുപാടുണ്ട്. എനിക്ക് തോന്നുന്നു വിന്റർ ആയതുകൊണ്ടായിരിക്കണം നോർമൽ ക്രോപ്പ് ടോപ്സിനേക്കാൾ കൂടുതൽ അവർ വിന്റർ വെയേഴ്സ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നത്. നോർമൽ ഡ്രസ്സുകളൊക്കെ കുറച്ച് ഡിമ്മാണെങ്കിലും ഇത് കുറച്ച് കളർഫുൾ ആണ് കേട്ടോ. കളർഫുൾ മീൻസ് കുറച്ചൊരു ക്യൂട്ടായിട്ടുള്ള ഒരു ലൈറ്റ് കളേഴ്സൊക്കെ വരുന്ന അത്യാവശ്യം നല്ല വിന്റർ വെയേഴ്സ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. വിന്ററൊക്കെ കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല ക്രോപ്പ് ടോപ്സ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഞാൻ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. വിന്റർ വെയേഴ്സ് ഒന്നും എനിക്കിപ്പോൾ എന്തായാലും തൽക്കാലം വേണ്ട. അതുകൊണ്ട് ഞാൻ അതൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അത്ര വലിയ സംഭവമായിട്ട് ഈ ഒരു സ്റ്റുഡിയോ തോന്നിയില്ല. ചിലപ്പോൾ ഞാൻ നാട്ടിൽ പോയ സമയത്ത് ഒരുപാട് സ്റ്റുഡിയോയിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടായിരിക്കണം. എന്നാലും എനിക്ക് തോന്നുന്നു ഇവിടെ കളക്ഷൻസ് വളരെ കുറവാണ് എന്ന്. അപ്പം ഇനി പുതിയ സ്റ്റുഡിയോ ആയതുകൊണ്ടാണോ എന്നും അറിയില്ല. ഇനി എന്തായാലും നമുക്ക് നോക്കാം, എന്തായാലും നല്ല കളക്ഷൻസ് ഒക്കെ വരുമെന്ന്. പക്ഷെ ഇതുപോലെയുള്ള നല്ല ടോപ്സ് ഒക്കെ ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇത് ലേഡീസിൻ്റെ 11 ദിർഹത്തിൻ്റെ ടീഷർട്ട്സ് ആണ്. ഇതും ഭയങ്കര ക്വാളിറ്റി ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട്. അത്ര തന്നെ ഉള്ളൂ കേട്ടോ ലേഡീസിൻ്റെത്. പിന്നെ ഉള്ളത് കുട്ടികളുടെ ഡ്രസ്സാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ലേഡീസിൻ്റെ കളക്ഷൻസ് കുറച്ച് കുറവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ഒരു ഭാഗമൊക്കെ കുട്ടികളുടെ ആണ്. കുട്ടികളുടെ ഞാൻ കാര്യമായിട്ടൊന്നും നോക്കിയിട്ടില്ല, കുറച്ചൊക്കെ ഞാൻ ഇങ്ങനെ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ഇത് ലേഡീസിൻ്റെ തന്നെ സെറ്റായിട്ട് വരുന്ന ഡ്രസ്സാണ് കേട്ടോ. ഇത് സെപ്പറേറ്റ് ആണ് റേറ്റ് വരുന്നത്. അത് നാട്ടിലും അങ്ങനെ തന്നെയാണ്, സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് ഡ്രസ്സ് വരുന്നത്. ഒരു ടോപ്പിന് 25 ആണ്, പാൻറ്റിന് 25 തന്നെയായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ.
ഇത് പിന്നെ നൈറ്റ് വെയേഴ്സ് ആണ് ലേഡീസിൻ്റെ. ഇതും നല്ലതായിരുന്നു കേട്ടോ, നല്ല കളക്ഷൻസും ഉണ്ട്, അത്യാവശ്യം അഫോർഡബിളും ആയിരുന്നു. റേറ്റ് സോറി ഞാൻ മറന്നുപോയി, അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് തന്നെയാണ് വരുന്നത്. ഇത് 15 ദിർഹത്തിന് 3 പാൻറ്റീസ് വരുന്ന സെറ്റാണ്. ഇത് ഞാൻ വാങ്ങിച്ചിട്ടൊന്നുമില്ല, ക്വാളിറ്റി ഉണ്ടോ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഇതിൻ്റെ റേറ്റ് വരുന്നത് 15 ദിർഹമാണ്. ഈ ഭാഗത്തൊക്കെ 9 months മുതൽ 5 year വരെയുള്ള കുട്ടികൾക്കുള്ളതാണ്. 25 ദിർഹമൊക്കെയാണ് കാണിക്കുന്നത്. പിന്നെ ഉള്ളത് ജെൻസ് സെക്ഷൻ ആയിരുന്നു കേട്ടോ. ഇവിടെ അത്യാവശ്യം നല്ല ഡ്രസ്സൊക്കെ ഞാൻ കണ്ടു, ഷർട്ട്സ് ഒക്കെ കൊള്ളായിരുന്നു. ഇത് ലേഡീസിനുള്ള പോലെ തന്നെ ജെൻസിനും 11 ദിർഹത്തിന് ഇങ്ങനെ ടീഷർട്ട്സും ഉണ്ടായിരുന്നു. ലേഡീസിന്റെ ടീഷർട്ട്സ് വെച്ച് നോക്കുമ്പോൾ ജെൻസിൻ്റെ കുറച്ചും കൂടെ ഭംഗിയായിട്ട് തോന്നി. എനിക്ക് ജെൻസിന്റെ ഡ്രസ്സ് അങ്ങനെ സെലക്ട് ചെയ്യാനൊന്നും അറിയില്ല കേട്ടോ. ഞാൻ എന്നാലും കാണിച്ചു തരാം. 39 കുറച്ച് ടീഷർട്ട്സ് ഒക്കെ ഉണ്ട്. Keeping you in my heart, a piece of you I'll never let go. Though distance brings separation, in my heart you'll always glow. I just can't say goodbye, no matter how hard I try. So deep and true will always be if you stay or no. I thought we were so tied, destined for a lifetime. Love with no. ജെൻസിൻ്റെ ഡ്രസ്സും ഇതുപോലെ തന്നെ 49 തന്നെയാണ് വരുന്നത് ഓൾമോസ്റ്റ്. ഞാൻ നോക്കിയപ്പോൾ എനിക്ക് കൂടുതലായിട്ട് അറിയില്ല, എന്നാലും ഞാൻ ഇതിൽ കണ്ടിട്ടുള്ളത് 45-49 ജീൻസൊക്കെയാണ് വരുന്നുള്ളത്. പിന്നെ ബില്ല് ചെയ്യുന്ന ഭാഗത്ത് ഇതുപോലെ 5 ദിർഹത്തിൻ്റെ കുറേ പ്രൊഡക്ട്സ് ഉണ്ടായിരുന്നു. അതും സത്യം പറഞ്ഞാൽ അവിടെ കുറവാണ്. നാട്ടിലത്തേനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വലിയ ഒരുപാട് സംഭവങ്ങളൊന്നുമില്ല, കുറച്ച് ക്ലിപ്സ് കാര്യങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ. നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു ഈ ഭാഗത്തൊക്കെ. പക്ഷെ ഇവിടെ കുറച്ച് കുറവാണ്, എന്നാലും പുതിയതൊക്കെ വരുമെന്ന് നമുക്ക് വിചാരിക്കാം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇപ്പോൾ സുഡിയോയിലുള്ളത്. ഇനി പുതിയതായിട്ടുള്ളതൊക്കെ വരുമെന്ന് വിചാരിക്കാം. ഇനി വേറൊരു ദിവസം കൂടെ എന്തായാലും വന്ന് നോക്കാം. അപ്പോൾ ഒന്ന് ജസ്റ്റ് ട്രയലൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം എന്നുണ്ട് ഡ്രസ്സ്. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ എന്തായാലും സപ്പോർട്ട് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്.